ആ ഒരു ഒറ്റ കാര്യത്തിൽ അവർക്ക് ജാമ്യം കിട്ടിയേനെ, അതറിയോ? കീലണ്ണ, എന്തുകൊണ്ടാണ് ഷിംജിദേനെ പോലീസ് വാഹനത്തിൽ കൊണ്ടുപോകാഞ്ഞേ? 3-4 പോലീസ് ജീപ്പ് സൈറനൊക്കെ ഇട്ട് മുഴക്കി 5-6 മറ്റേ വെടിക്കോപ്പുകളൊക്കെ ഇട്ട് വന്ന് മറ്റേ മിഷൻ കണ്ണൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അവൾ എപ്പോഴേ ചെറ്റയുമ്പത്ത് എടുത്തേടി അടുത്ത പൊട്ടക്കിണറ്റി ചെന്ന് കുനിഞ്ഞിരുന്നേനെ. പിന്നെ അത് കണ്ടുപിടിക്കാൻ ഭയങ്കര പാട്. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അല്ലാതെ അവർക്ക് വലിയൊരു VIP പരിഗണന കൊടുത്തിട്ടൊന്നും അല്ല പോലീസ് ചെയ്തത്. പിന്നെ ഹാൻഡ് കഫ് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് പറയും? ഹാൻഡ് കഫ് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കണമല്ല, എല്ലാ പ്രതികൾക്കെതിരെയും ഹാൻഡ് കഫ് ചെയ്യണമെന്നില്ല. ഹാൻഡ് കഫ് ചെയ്യാനായിട്ട് സുപ്രീം കോടതി പ്രത്യേക മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ പ്രതികൾക്കെതിരെയാണ് ഹാൻഡ് കഫ് ചെയ്യേണ്ടതെന്ന്. 1 ഹാബിച്വൽ ഒഫൻഡേഴ്സ്, 2 ഗ്രാവിറ്റി കൂടിയ ഒഫൻസ്, അതായത് രാജ്യദ്രോഹ കുറ്റം, പിന്നെ ഓർഗനൈസ്ഡ് ക്രൈം, അറിയില്ലേ ഈ മാഫിയ സംഘങ്ങളുടെയൊക്കെ ഉള്ളൊരു വാറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇതിനു മുമ്പ് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ടുള്ള പ്രതികൾ, അങ്ങനെ വളരെ ഗ്രീവിയസ് ആയ ഒഫൻസുകളിൽ പെട്ടിട്ടുള്ള പ്രതികൾക്ക് മാത്രമേ ഹാൻഡ് കഫ് ചെയ്യാവുള്ളൂ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹാൻഡ് കഫ് ചെയ്യാത്തത്. അങ്ങനെ ഹാൻഡ് കഫ് ചെയ്ത് കൊണ്ടുപോയിരുന്നെങ്കിൽ ആ ഒരു ഒറ്റ കാര്യത്തിൽ അവർക്ക് ജാമ്യം കിട്ടിയേനെ, അതറിയോ? ഇവർ എത്ര ദിവസത്തിനുള്ളിൽ ഇറങ്ങിപ്പോരും? 10 വർഷം വരെ ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് പോലീസ് 60 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കണം. അപ്പോൾ ഷിംജിതയുടെ കേസിൽ 60 ദിവസത്തിനുള്ളിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കണം. കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം അവർക്ക് ജാമ്യം സ്വമേധയാ കൊടുക്കും. വേറെ വാദവും കീതമൊന്നും വേണ്ട, ജാമ്യക്കാരുണ്ടെങ്കിൽ ജാമ്യം കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഷിംജിതയ്ക്ക് 60 ദിവസത്തിനും മുമ്പ് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ എന്നെ തള്ളക്കി വിളിക്കരുത്. എന്തായാലും മജിസ്ട്രേറ്റിന് ജാമ്യം കൊടുക്കാൻ പറ്റില്ല. കാരണം ഷിംജിതയ്ക്കെതിരെ ആരോപിച്ചിരിക്കുന്ന കുറ്റം സെഷൻസ് കോടതിക്ക് മാത്രം വിചാരണ ചെയ്യാവുന്ന കുറ്റമായതുകൊണ്ട് പ്രതിയുടെ കയ്യിൽ നിന്ന് ആവശ്യത്തിലുള്ള എവിഡൻസ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. പോലീസിന് വേണമെങ്കിൽ പറയും എല്ലാ എവിഡൻസും നമ്മൾ കളക്ട് ചെയ്തു, ഉടൻ തന്നെ കുറ്റപത്രം കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രിഷണറി പവർ ഓഫ് ദ കോർട്ട്, കോടതിയുടെ വിവേചന അധികാരം വെച്ചിട്ട് ജാമ്യം കൊടുക്കാം. ഷിംജിതയ്ക്ക് നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന മാക്സിമം ശിക്ഷ കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഞാൻ മാത്രം ആഗ്രഹിച്ചാൽ പോരാ. മണിച്ചിത്രത്താഴിലെ മാടമ്പള്ളിയിലെ മനോരോഗിയെ തളയ്ക്കാൻ ഡോക്ടർ സണ്ണിയെപ്പോലൊരു സമർത്ഥനായ ഡോക്ടർ വന്നതുപോലെ കേരള പോലീസിൽ സമർത്ഥനായ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ വരണം. അദ്ദേഹം കറകളഞ്ഞ കൃത്യമായ എവിഡൻസ് കോടതിയിൽ സമർപ്പിക്കണം. പിന്നെ നല്ലൊരു പ്രോസിക്യൂട്ടറും ഗ്രീഷ്മയുടെ വിധി വിധിച്ചതുപോലത്തെ നല്ലൊരു ജഡ്ജും ഈ കേസ് പരിഗണിക്കുകയാണെങ്കിൽ അകാലത്തിൽ പൊലിഞ്ഞുപോയ ദീപകിൻ്റെ അമ്മയുടെ നിലവിളി നിങ്ങൾ ഓരോരുത്തരും കേട്ടിട്ടുണ്ടെങ്കിൽ ആ നിലവിളി നീതിദേവത കേട്ടിരിക്കും. അതാണ് ചരിത്രം. അതാവണമെടാ ചരിത്രം.